കോട്ടയത്ത് കിടന്നിട്ടും ട്രൈബലുകാരോ പ്രമോണ്ടറുകാരോ ഒരു മനുഷ്യരും നമ്മളെ സഹായിച്ചിട്ടില്ല. നമ്മൾ പിരിവെടുത്ത് അവിടുന്ന് മരുന്ന് വരെ വെളിയിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് അവിടെ കിടക്കുന്ന രോഗികളാണ് എനിക്ക് ഈ 350 രൂപ 330 രൂപ തരുന്നത്. ഈ 330 രൂപ കൊടുക്കണം ഒരു മരുന്നിന്. ഓട്ടോ കൂലി കൊടുക്കണം 45 രൂപ. അപ്പൊ ബ്ലഡ് വാങ്ങി പോകുന്നതിന് 45 രൂപ കൊടുക്കണം. പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ട്രൈബലുകാർ വരുമോ എന്തെങ്കിലും സഹായം? ഒരു പ്രമോണ്ടർ ആയിരുന്നു, അമ്പിളി എന്ന് പറഞ്ഞ ഒരു പ്രമോണ്ടർ ഉണ്ടായിരുന്നു. അവര് കൊണ്ടുവന്ന് ആഴ്ചയിൽ ഒരിക്കൽ 50 രൂപ തരും. അതിലെ 2 പ്രാവശ്യം വന്ന് 100 രൂപ തന്നിട്ടുണ്ട്. ഈ 100 രൂപ കൊണ്ടുവന്ന് എനിക്കും ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ പട്ടിണി കിടന്നുകൊണ്ടാണ് എന്റെ പെണ്ണും പിള്ളക്ക് ഞാൻ ഒരു നേരത്തേക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. അല്ല, ഈ കുഞ്ഞിന് പോഷകാഹാരക്കുറവുള്ളതുകൊണ്ട് ആണല്ലോ മരിച്ചത്. അപ്പൊ ഈ ഗർഭിണിയായിരുന്ന കാലത്ത് അവര് വരുവോ, അതിന് വേണ്ടുന്ന എന്തെങ്കിലും നിർദ്ദേശം ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടോ? അവരെ അറിയിച്ചിട്ടും അവര് എങ്ങാണ്ട് അയക്കുക, അവർ തല പോലും കാണിക്കത്തില്ല. നമുക്ക് ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, എഴുതി ഫോൺ നമ്പർ അവര് തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ നമ്മൾ വിളിച്ചിട്ട് അവര് പറയുന്നത് ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാന്നാ പറയുന്നത്. പക്ഷെ അവര് വരിക ഇന്നലെ വന്നായിരുന്നു. 8 കുടുംബക്കാർക്ക് 1 കിലോ അരിയും 1/2 കിലോ പയറുമായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു ടീയുടെ കയ്യിലിരിക്കും, ഞാൻ മേടിക്കത്തില്ല. അപ്പം ഈ കുഞ്ഞു മരിച്ചു കഴിഞ്ഞ് അവര് വരുവോ, എന്തെങ്കിലും സഹായം ചെയ്യുകയോ ചെയ്തോ? ഇല്ല. ട്രൈബലുകാര് വന്ന് ഈ കുഴി എടുത്തപ്പോ അവർക്ക് കൊടുക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 500 രൂപ വെച്ച് കുഴി എടുക്കുന്നതിന് കൊടുക്കണമെന്ന് പറഞ്ഞു. 4 പേരെടുത്ത് 2000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അവര് അന്നേരം പറഞ്ഞു 1000 രൂപ കയ്യിലിരിക്കട്ടെ. ഞാൻ പറഞ്ഞ സാറേ അത് വേണ്ട എന്ന് പറഞ്ഞു. ഇത്രയും ദ്രോഹം അനുഭവിച്ചു ഞാനിവിടെ വന്നിട്ടും എന്നിട്ടും നിങ്ങൾ എന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കത്തില്ല. ഫണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളതാ നമുക്ക് വേണ്ടിയിട്ട്. ഈ ഫണ്ടിലുള്ള കാശ് ഈ ടീയും പ്രമോണ്ടറും എല്ലാരും കൂടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന ഇവിടെ 35 കിലോ അരിയും 480 രൂപയും തന്നോണ്ടിരുന്ന ഒരു ഇപ്പൊ അതിനകത്ത് കൊണ്ടുവരുന്ന 15 കിലോ അരി മാത്രം. 15 കിലോ അരി മാത്രം അതുകൊണ്ട് തന്നിട്ട് പോയി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ഈ ടിയോ പ്രമോണ്ടറോ ഈ ട്രൈബൽ ഓഫീസറോ ആരും വരികയില്ല. നമ്മളിവിടെ ആഴത്തെന്തെങ്കിലും അടിച്ച് ഈ തുണിക്കകത്ത് വെച്ച് അരിച്ച് അതിന്റെ 100 എടുത്ത് ഈ മാവ് ഈ പിള്ളേർക്കും പെണ്ണുങ്ങൾക്കും ഞാനും കൂടെ കഴിക്കണം.